വെസ്റ്റേൺ വയലിൻ ലെസൺ പാർട്ട് 38ലേക്ക് സ്വാഗതം. ഞാൻ അജയ്കുമാർ ജി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 എക്സസൈസാണ്. ഇറ്റാ കോഹൻ വയലിൻ മെത്തേഡ് ബുക്ക് നമ്പർ 1 സ്റ്റെപ്പ് 20 50 ആൻഡ് 51 എക്സസൈസാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ആ എക്സസൈസ് നമുക്കൊന്ന് കാണാം. അതിനുശേഷം ആ ലെസൺ വായിക്കുന്നത് എങ്ങനെ എന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത് ഇറ്റാ കോഹൻ വയലിൻ മെത്തേഡ് ബുക്ക് നമ്പർ 1 സ്റ്റെപ്പ് 20 50th എക്സസൈസാണ്. ഇതൊരു സ്കെയിൽ എക്സസൈസാണ്. എ മേജർ സ്കെയിലിൻ്റെ സ്കെയിലാണ് ഈ എഴുതിയിരിക്കുന്നത്. അതിൽ FCG ഇത് ഷാർപ്പ് നോട്ടായിരിക്കും. ഫസ്റ്റ് 2 ബാർ എന്ന് പറയുമ്പോൾ 8 ബീറ്റ് അതിനകത്ത് റെസ്റ്റ് ആയിരിക്കും. 2 തവണ ഈ സ്കെയിൽ വായിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇതാ ഇങ്ങനെ ഈ എക്സസൈസ് വായിക്കണം. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ദ ബെല്ലി ഗോട്ടാണ്. അതും എ മേജർ സ്കെയിലാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ബാറിൽ 2/4 ആണ് ടൈം. ആദ്യത്തെ ബാറിൽ 1 ബീറ്റും രണ്ടാമത്തെ ബാറിൽ 2 ബീറ്റും പിന്നീടുള്ളതിന് 1 ബീറ്റും കഴിഞ്ഞാണ് ഇത് തുടങ്ങുന്നത്. അപ്പം 1 1 2 1 അത് കഴിഞ്ഞിട്ടാണ് എ എന്ന് വായിക്കേണ്ടത്. ഇതിന് താഴെ MB എന്ന് എഴുതിയിട്ടുണ്ട് ആ ഒന്നാമത്തെ ലൈനിൽ. MB എന്ന് പറഞ്ഞാൽ ഫെയർലി സോഫ്റ്റ്. MF എന്ന് എഴുതിയിട്ടുണ്ട് ഫെയർലി ലൗഡ്. PP എന്ന് എഴുതിയിട്ടുണ്ട് വെരി സോഫ്റ്റ്. അത് അവസാന ഭാഗത്തുണ്ട് ഒരു നോട്ട് വായിക്കാൻ. പിന്നെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. ആ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ്റെ ഏറ്റവും ചെറിയ ആ ഭാഗം വരുന്ന വലുതായിട്ട് പിന്നെ ഉണ്ടാകുകയാണ്. അത് അങ്ങനെ വരുമ്പോൾ അവിടുന്ന് സൗണ്ട് കുറച്ച് കൂട്ടി ഗ്രാജുവലി കൊണ്ടുവരണം. തിരിച്ചാണെങ്കിൽ സൗണ്ട് വലിയ സൗണ്ടാക്കിയിട്ട് പിന്നെ അതിനെ ചെറിയ സൗണ്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം നമുക്കത് വായിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹീൽ കൊണ്ട് വേണം ഫസ്റ്റ് എ വായിക്കാൻ. അപ്പോൾ 1 1 2 1
ഒന്നാമത്തെ എക്സസൈസിൻ്റെ ഒന്നാമത്തെ ലൈൻ്റെ അത് വായിക്കുമ്പോൾ ഇങ്ങനെ വേണം തുടങ്ങാൻ. അതിൻ്റെ താഴെ ചിഹ്നങ്ങൾ എഴുതിയിട്ടുണ്ട്, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ. അപ്പോൾ അതിൻ്റെ ബോട്ടം എവിടെയാണെന്ന് നോക്കിയിട്ട് അത് വായിക്കണം. തിരിഞ്ഞാണെങ്കിൽ ആദ്യം വലിയ സൗണ്ടിൽ തന്നെ വായിക്കണം. അതാ ഇങ്ങനെയല്ല. ഇങ്ങനെയാണ് വരേണ്ടത്. എല്ലാ എക്സസൈസും 2 തവണ വായിക്കണം. അപ്പോൾ ഇത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത 2 എക്സസൈസ് ഉണ്ട് 20-ലെ തന്നെ. അത് അടുത്ത ക്ലാസ്സിൽ ഞാനിടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടണം. നല്ലപോലെ ഇത് വായിച്ചു പോകണം. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും അറിയിക്കണം. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സുമായി നമ്മൾ കണ്ടുമുട്ടുന്നതും വരെ ഞാൻ അജയകുമാർജി നിങ്ങളോട് തൽക്കാലത്തേക്ക് ഇവിടെ ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.